ജമ്മുകാശ്മീരിൽ 3 ഭീകരരെ വധിച്ച സുരക്ഷാ സേന. അവന്തിപ്പോറയിലെ ട്രാളിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത്. കൊല്ലപ്പെട്ടവരിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഭീകരൻ ആസിഫ് ഷെയ്ഖും. പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുകശ്മീരിൽ ശ്രീനഗറിലെ ബദാമി ബാഗ് കന്റോൺമെന്റിലെത്തിയ പ്രതിരോധ മന്ത്രി ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി. സേനയുടെ ആത്മാർത്ഥതയെ അഭിനന്ദിച്ചു. സേനയുടെ ത്യാഗത്തെ ഓർക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ്. വിവാദ പ്രസംഗവുമായി ജി സുധാകരൻ. സിപിഎം സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് ജി സുധാകരൻ. 36 വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച കെ.വി. ദേവദാസിനായാണ് കൃത്രിമം നടത്തിയത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നും സുധാകരൻ. കേരള എൻജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് ജി സുധാകരന്റെ വിവാദ പ്രസംഗം. തപാൽ വോട്ടിൽ കൃത്രിമം നടന്നുവെന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ ഇടപെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തപാൽ വോട്ടിൽ കൃത്രിമം നടത്തിയത് ഗൌരവതരം. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അറിയിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. കല്ലാമുല സ്വദേശി ഗഫൂറാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കടുവയെ പിടികൂടാൻ നടപടി തുടങ്ങിയതായി വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. കടുവയെ വെടിവെച്ച് പിടികൂടും. മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകളെത്തും. പ്രദേശത്ത് ജാഗ്രത പാലിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി എ.കെ. ശശീന്ദ്രൻ. കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായ 5 ലക്ഷം രൂപ വൈകാതെ കൈമാറുമെന്ന് വനംവകുപ്പ് അധികൃതർ. ആശ്രിതർക്ക് ജോലി നൽകുന്ന കാര്യം തീരുമാനിക്കും. അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ 25-അംഗ സംഘമെത്തി കടുവയെ മയക്കുവെടി വയ്ക്കുമെന്ന് നാട്ടുകാർക്ക് ഡിഎഫ്ഒ ഉറപ്പു നൽകി. ടാപ്പിംഗ് തൊഴിലാളിയാണ് കടുവ പിടിച്ച നിലയിൽ ആളെ കണ്ടതായി അറിയിച്ചതെന്ന് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മു. നേരത്തെ വളർത്തുമൃഗങ്ങളെ പുലി പിടികൂടിയിരുന്നു. തൊഴിലാളികൾക്കും കുട്ടികൾക്കും ഭീഷണിയാണ് വന്യജീവികളെന്നും പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. ഇടുക്കിയിൽ കാട്ടാനയെ കണ്ട ഭയന്നോടിയ ആൾക്ക് വീണ് ഗുരുതര പരിക്ക്. ചിന്നക്കനാൽ ഈട്ടിക്കൽ സമാവതിക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയിൽ ആണ് അപകടം ഉണ്ടായത്. ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെ ചക്കക്കൊമ്പന്റെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. ആന പാഞ്ഞെടുത്തപ്പോൾ ഇരുചക്രവാഹനത്തിൽ നിന്നും മറിഞ്ഞ് വീണും ഓടി രക്ഷപ്പെടുന്നതിനിടയിലുമാണ് പരിക്കേറ്റത്. നെയ്യാർ വനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനം വാച്ചർക്ക് പരിക്ക്. നെയ്യാർ ഡാം സ്വദേശി ബിനുവിനാണ് പരിക്കേറ്റത്. ഉൾവനത്തിലെ ഡ്യൂട്ടിക്ക് ശേഷം മടങ്ങാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കൊമ്പന്റെ ആക്രമണം ഉണ്ടായത്. കൂടെയുണ്ടായിരുന്ന വാച്ചർ ആനയെ വിരട്ടി ഓടിച്ച ശേഷം ബിനുവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പരിക്കേറ്റ ബിനുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ജീവനക്കാരൻ വാഹനാപകടത്തിൽ മരിച്ചത് കൊലപാതകമെന്ന് സംശയം. സിഐഎസ്എഫിന്റെ വാഹനമിടിച്ച ഇന്നലെ രാത്രിയാണ് അങ്കമാലി തുറവൂർ സ്വദേശി ഐവൻ ജിജോ മരിച്ചത്. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരും ഐവനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തർക്കത്തിന് പിന്നാലെ കരുതിക്കൂട്ടി വാഹനം ഇടിപ്പിച്ചതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. വാഹനത്തിലുണ്ടായിരുന്ന ഒരു സിഐഎസ്എഫ് ഉദ്യോഗസ്ഥനെ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെടുമ്പാശ്ശേരിയിലേത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ നടത്തിയ കുറ്റകൃത്യമെന്ന് റോജി എം ജോൺ എംഎൽഎ. ഇത്തരം ആളുകൾ സേനയ്ക്ക് നാണക്കേടെന്നും റോജി. കൊല്ലം പുനലൂരിൽ റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. തൂത്തുക്കുടി സ്വദേശിയെ ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതി ചെങ്കോട്ട സ്വദേശി കുട്ടിരാജയെ പോലീസ് പിടികൂടി. ഷൊർണൂർ കവളപ്പാറയിൽ മധ്യവയസ്കയെ വീട്ടിലെ കിടപ്പുമുറിയിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 3 ദിവസത്തിലധികം പഴക്കമുള്ളതായി സംശയം. അമ്പലത്തൊടി സ്വദേശി പ്രമീളയാണ് മരിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങി. ബാലരാമപുരം ദേശീയപാതയിൽ 2 അപകടങ്ങളിലായി 3 മരണം. ഇന്നലെ രാത്രി 1 മണിയോടെയായിരുന്നു അപകടം. മൂടൂർപ്പാറയിൽ മിനി ലോറിയും സ്കൂട്ടറും ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ പെരുമ്പഴുതൂർ സ്വദേശികളായ അഖിൽ, സാമുവൽ എന്നിവരാണ് മരിച്ചത്. ഇവരോടൊപ്പം സഞ്ചരിക്കുകയായിരുന്ന അഭിൻ പരിക്കുകളോടെ ചികിത്സയിലാണ്. അപകട വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ മുടവൂർപ്പാറ സ്വദേശി മനോജാണ് മറ്റൊരു അപകടത്തിൽ മരിച്ചത്. രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു അപകടം.
മലമ്പുഴ ഡാമിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിന്റെ മക്കളായ മുഹമ്മദ്, നിഹാൽ, ആദിൽ എന്നിവരാണ് മരിച്ചത്. 20ഉം 16ഉം വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് ഇരുവരും കുളിക്കാനിറങ്ങിയത്. പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് മരുത റോഡിൽ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മലപ്പുറം വണ്ടൂർ സ്വദേശി ജിഷ്ണു രാജാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ചാണ് അപകടം. അപകടത്തിൽ പരിക്കേറ്റ സുഹൃത്തിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ജീവനൊടുക്കുന്നതിന് തൊട്ടുമുൻപുള്ള ദൃശ്യം ന്യൂസ് 18. ഏപ്രിൽ 15-ന് ഉച്ചയ്ക്ക് 12:45 ദൃശ്യമാണ്. ജിസ്മോളും മൂത്ത മകൾ നേഹയുമാണ് ദൃശ്യത്തിലുള്ളത്. അന്ന് 2 മണിയോടെയാണ് ആറ്റിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടത്. കേസിൽ ജിസ്മോളുടെ ഭർത്താവും ഭർത്തൃപിതാവും ജയിലിലാണ്. കൊല്ലം ചിതറയിൽ നിന്ന് കാണാതായ 15-കാരനെ കണ്ടെത്തി. എറണാകുളത്ത് നിന്നാണ് അഭയിനെ കണ്ടെത്തിയത്. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുട്ടിയെ ചിതറ പോലീസിന് കൈമാറി. കണ്ണൂർ മലപ്പട്ടം സംഘർഷത്തിൽ 75 പേർക്കെതിരെ കേസ്. 50 കോൺഗ്രസ് പ്രവർത്തകർക്കും 25 CPM പ്രവർത്തകർക്കും എതിരെയാണ് കേസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നയിച്ച പദയാത്രയിലെ സംഘർഷത്തിലാണ് കേസ്. അടുവാപ്പുറത്ത് കോൺഗ്രസ് പുനർനിർമ്മിക്കുന്ന ഗാന്ധി പ്രതിമ വീണ്ടും തകർത്തത് CPM ആണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കനത്ത പോലീസ് കാവലിലാണ് മലപ്പട്ടം അടുവാപ്പുറം മേഖല. കൊല്ലം കിളികൊല്ലൂരിൽ പൊറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിപിടിയിൽ. മങ്ങാട് സ്വദേശി നിഖിലേഷാണ് പിടിയിലായത്. സെന്റ് ആന്റണീസ് ടീ സ്റ്റാൾ ഉടമ അമൽകുമാറിനെ ആണ് 2 പേർ ചേർന്ന് ആക്രമിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആശാസമരം പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ചെയർപേഴ്സണായാണ് സമിതി. ആശമാരുടെ ഓണറേറിയം, സേവന കാലാവധി എന്നിവ പഠിക്കും. ഭരണത്തിന്റെ സ്വാദ് ശരിയായ രീതിയിൽ അനുഭവിക്കാൻ ജനങ്ങൾക്ക് സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആവശ്യക്കാരായി വരുന്ന ജനങ്ങൾ ദയ അർഹിക്കുന്നവരാണെന്ന രീതിയിൽ കാര്യങ്ങൾ കാണാൻ പാടില്ല. നമ്മൾ ഭരിക്കാനിരിക്കുന്നവരും അവർ ഭരിക്കപ്പെടുന്നവരും എന്ന ധാരണയും പാടില്ലെന്നും മുഖ്യമന്ത്രി. റാപ്പർ വേടനെതിരായ വിവാദ പരാമർശത്തിൽ ഉറച്ച RSS മാസിക കേസരിയുടെ പത്രാധിപർ ഡോക്ടർ NR മധു. വേടന്റെ ഗാനങ്ങൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നതാണ്. എന്നാൽ വേടൻ വിഘടനവാദിയാണെന്ന് താൻ പറഞ്ഞിട്ടില്ല. രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാർ വേടനെ ഉപകരണമാക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചതെന്നും NR മധു. ഷവർമ കഴിച്ച് മരിക്കുന്നവരെല്ലാം വർമ്മമാരാണ് എന്ന പരാമർശം തിരുത്തി NR മധു. താൻ ആലങ്കാരികമായി പറഞ്ഞതാണ്. എന്നാൽ ഷവർമ കഴിച്ച് മരിച്ചതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണെന്നത് വാസ്തവമാണ്. സമൂഹമാധ്യമങ്ങളിൽ തനിക്കെതിരെ ഉയരുന്ന പരിഹാസങ്ങൾ തള്ളുന്നുവെന്നും ഇത്തരം പരാമർശങ്ങൾ തുടരുമെന്നും NR മധു. മുനമ്പം ഭൂമി സംബന്ധിച്ച കേസുകൾ പരിഗണിക്കുന്ന വഖഫ് ട്രൈബ്യൂണൽ ജഡ്ജിയുടെ പ്രവർത്തന കാലാവധി നീട്ടണമെന്ന ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുനമ്പം ഭൂസംരക്ഷണ സമിതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അപേക്ഷ നൽകി. ഭൂസംരക്ഷണ സമിതി ഫാദർ ആന്റണി സേവ്യർ തറയിലിന്റെ നേതൃത്വത്തിലാണ് ചീഫ് ജസ്റ്റിസിന് അപേക്ഷ നൽകിയത്. മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തുന്ന റിലേ നിരാഹാര സമരം 215-ാം ദിവസവും തുടരുകയാണ്. പാലക്കാട് മുതലമട ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച നടക്കും. മുതലമടയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ഭരണകാലാവധിക്കുള്ളിൽ 2 തവണ അവിശ്വാസ പ്രമേയം വരുന്നത്. രാവിലെ 10:30-നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഉച്ചയ്ക്ക് 2:30-നാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ BJP കോൺഗ്രസ് അംഗങ്ങൾക്ക് പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട്. 8 LDF അംഗങ്ങളാണ് അവിശ്വാസം കൊണ്ടുവന്നത്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് ഒളിവിൽ തുടരുന്നു. ബെയ്ലിൻ ദാസിന് ബാർ കൌൺസിൽ ഓഫ് കേരള കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. അച്ചടക്ക കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മറ്റ് നടപടികളിൽ അന്തിമ തീരുമാനമെടുക്കും. ബെയ്ലിൻ ദാസിനെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് ബാർ കൌൺസിൽ വിലക്കിയിട്ടുണ്ട്. അഭിഭാഷകയെ മർദ്ദിച്ച ബെയ്ലിൻ ദാസിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഭിഭാഷകയ്ക്ക് നിയമ പോരാട്ടത്തിനായി കോൺഗ്രസ് പിന്തുണയ്ക്കും. ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നത് പാർട്ടി ബന്ധുവാണെങ്കിൽ രക്ഷപ്പെടുത്തണമെന്ന പതിവ് രീതിയാണ് കാണുന്നതെന്നും VD സതീശൻ. കോസ്മെറ്റിക് സർജറിക്ക് വിധേയയായി യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പോലീസ്. ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പോലീസ് അംഗീകരിക്കില്ല. ആശുപത്രിക്കെതിരായ തുടർ നടപടിക്ക് നിയമോപദേശം തേടാൻ പോലീസ് തീരുമാനം.
പത്തനംതിട്ട കുളത്തുമണ്ണിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ ബലമായി മോചിപ്പിച്ച സംഭവത്തിൽ KU ജനീഷ് കുമാർ MLA-ക്കെതിരെ കേസെടുത്തേക്കും. സംഭവത്തിൽ ദക്ഷിണമേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് വനം മന്ത്രിക്ക് കൈമാറിയേക്കും. അനധികൃതമായി കസ്റ്റഡിയിലെടുത്തു എന്നാരോപിച്ചായിരുന്നു KU ജനീഷ് കുമാർ MLA-യുടെ നടപടി. കിളിമാനൂരിൽ വേടന്റെ പ്രോഗ്രാമിനായി LED വാൾ സെറ്റ് ചെയ്യവേ ഷോക്കേറ്റ് മരിച്ച യുവാവിന്റെ കുടുംബത്തെ പരിപാടിയുടെ സംഘാടകർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആരോപണം. മരണം സംഭവിച്ചതിനു ശേഷവും പരിപാടി തുടരാനായിരുന്നു തീരുമാനം. എന്നാൽ വേടനാണ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചത്. വേടൻ സ്ഥലത്തെത്തി സൗണ്ട് ടെസ്റ്റ് ചെയ്ത് മടങ്ങിയ ശേഷമാണ് യുവാവ് ഷോക്കേറ്റ് മരിച്ചത്. വീണ്ടും സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 1560 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ ഒരു മാസത്തിന് ശേഷം സ്വർണ്ണവില 69,000-ന് താഴെ എത്തി. ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 68,880 രൂപ. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രപതി. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് ദ്രൗപദി മുർമു കോടതിയോട് 14 ചോദ്യങ്ങൾ ചോദിച്ചത്. ഭരണഘടനയിലില്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്നും രാഷ്ട്രപതി ചോദിക്കുന്നു. ജമ്മുകാശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. കട്വ, സാംബ, രജൌരി, പൂഞ്ച് ജില്ലകളിലെ സ്കൂളുകൾ തുറന്നു. വിവിധയിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്ന നടപടികൾ തുടരുകയാണ്. അതിനിടെ സിന്ധു നദീജല കരാറിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ അറിയിച്ചു. കരാർ വ്യവസ്ഥയിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് ഇത് ആദ്യം. ഓപ്പറേഷൻ സിന്ദൂറിനെ BJP രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് കോൺഗ്രസ്. സൈനിക നടപടിയെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ BJP ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. വരും ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ജയ്ഹിന്ദ് റാലികൾ നടത്തുമെന്നും നേതാക്കൾ. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിലടക്കം കോൺഗ്രസ് നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനം നടത്തിയ ശശി തരൂർ MPക്ക് പാർട്ടി യോഗത്തിൽ വിമർശനം. തരൂർ പാർട്ടി നിലപാടാണ് പറയേണ്ടത്. പാർട്ടി നിലപാട് ശശി തരൂർ പൊതുസമൂഹത്തോട് വിശദീകരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. തരൂർ പറഞ്ഞതല്ല പാർട്ടിയുടെ അഭിപ്രായമെന്ന് ജയറാം രമേശ് പരസ്യമാക്കി. വാർത്താ സമ്മേളനത്തിനിടെ തുർക്കിയെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനത്തെക്കുറിച്ച് ചോദ്യം ഒഴിവാക്കി കോൺഗ്രസ്. ജയറാം രമേശും പവൻ ഖേരയും മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. ഇരുവരും മൈക്ക് പരസ്പരം കൈമാറാനും ശ്രമിച്ചു. വിഷയം പിന്നീട് സംസാരിക്കാമെന്നായിരുന്നു പവൻ ഖേരയുടെ മറുപടി. തുർക്കിയിലെ സർവകലാശാലയുമായുള്ള കരാർ റദ്ദ് ചെയ്ത JNU. ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കണക്കിലെടുത്ത് തുർക്കിയിലെ ഇനോനു സർവകലാശാലയുമായുള്ള ധാരണാപത്രം താൽക്കാലികമായി നിർത്തിവെച്ചതായി JNU വൈസ് ചാൻസലർ. ഭീകരതയെ പിന്തുണയ്ക്കുകയും ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന ഒരു രാജ്യവുമായും ബന്ധം വേണ്ടെന്ന് സർവകലാശാല തീരുമാനിച്ചതായും VC. തുർക്കിയുമായുള്ള വ്യാപാരവും ടൂറിസവും ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഠിനാധ്വാനം ചെയ്ത പണം രാജ്യത്തിന്റെ ശത്രുക്കളെ സഹായിക്കുന്നവർക്കായി ചെലവഴിക്കരുത്. 2023 ഭൂകമ്പത്തിൽ ഓപ്പറേഷൻ ദോസ്ത് വഴി തുർക്കിയെ ഇന്ത്യ സഹായിച്ചുവെങ്കിലും ഭീകരതയെ സഹായിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കുന്നത് അസ്വീകാര്യമാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ മധ്യപ്രദേശ് മന്ത്രി കൻവർ വിജയ് ഷായെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് കോടതി. താൻ പറയുന്ന വാക്കുകൾ എന്താണെന്ന തിരിച്ചറിവ് വേണമെന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചു. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുടെ പരാമർശത്തിൽ മുഖം രക്ഷിക്കാൻ BJP. പരാമർശം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതോടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ റിപ്പോർട്ട് തേടി. BJP MLA മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം കേണൽ ഖുറേഷിയുടെ ഛത്തർപൂരിലെ നൌഗാവിലുള്ള തറവാട്ട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട പിന്തുണ അറിയിച്ചിരുന്നു. വിവാദം കൊഴുക്കുമ്പോഴും വിജയ് ഷായെ മന്ത്രിസഭയിൽ നിന്ന് നീക്കാൻ BJP തയ്യാറായിട്ടില്ല. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി സുപ്രീം കോടതി. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനായി പ്രാഥമിക വാദം ചൊവ്വാഴ്ച നടക്കും. പുതിയ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന്റേതാണ് നടപടി. നിയമം പൂർണ്ണമായോ ഏതെങ്കിലും വകുപ്പുകളോ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിനെതിരെ സമസ്തയും മുസ്ലിം ലീഗും സമർപ്പിച്ച എതിർ സത്യവാങ്മൂലവും കോടതി അന്നേ ദിവസം പരിഗണിക്കും. ലക്നൌവിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ച് 5 പേർ മരിച്ചു.
മോഹൻലാൽഗഞ്ചിലാണ് സംഭവം. ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. മരിച്ചവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു. പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഡൽഹിയിലെ ശ്രീ ഗുരു ഗോബിന്ദ് സിംഗ് കോളേജ് ഓഫ് കൊമേഴ്സിൽ വൻ തീപിടുത്തം. കോളേജിന്റെ ലൈബ്രറി കോംപ്ലക്സിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതായി പോലീസ്. ഹൈദരാബാദിലെ ബീഗം ബസാറിലെ 3 നില കെട്ടിടത്തിൽ വൻ തീപിടുത്തം. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. 1 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 7 പേരെ അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തി. ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. തമിഴ്നാട്ടിലെ കടലൂരിൽ കൂറ്റൻ മലിനജല ടാങ്ക് തകർന്ന 20-ലധികം പേർക്ക് പരിക്ക്. കടലൂരിലെ മുതുനഗറിനടുത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഡൈ ഫാക്ടറിയിലെ മലിനജല ടാങ്കാണ് തകർന്നത്. 100-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ ഇന്ന് പുലർച്ചെ 2:30യോടെയായിരുന്നു സംഭവം. മലിനജലം സംഭരിച്ച് സംസ്കരിക്കുന്ന ഏകദേശം 6 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് തകർന്നത്. നിയമവിരുദ്ധ കുടിയേറ്റം അവസാനിപ്പിക്കുന്നതിന് പുതിയ ഏജൻസി രൂപീകരിച്ചതായി ഇന്ത്യയിലെ US എംബസി. വിസ തട്ടിപ്പിൽ പിടിക്കപ്പെടുന്നവർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് സ്ഥിരമായ വിലക്കുകൾ നേരിടേണ്ടി വരും. നിയമവിരുദ്ധ കുടിയേറ്റത്തിന് സൌകര്യമൊരുക്കുന്ന വ്യക്തികൾക്കും വിദേശ സർക്കാരുകൾക്കും പുതിയ വിസ നിയന്ത്രണ നയങ്ങൾ ബാധകമാണെന്നും എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തു. ബംഗളൂരു ആസ്ഥാനമായി മലയാളി ടെക് സംരംഭകൻ സ്ഥാപിച്ച ഇലക്ട്രോണിക് സ്റ്റാർട്ടപ്പ് ഏറ്റവും പുതിയ ഫണ്ടിംഗ് റൌണ്ടിലൂടെ സമാഹരിച്ചത് 22 കോടിയുടെ നിക്ഷേപം. 2020-ൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇതുവരെ സമാഹരിച്ചത് 37 കോടിയോളം രൂപയുടെ നിക്ഷേപം. ഇടുക്കി അടിമാലി സ്വദേശിയായ ശശിധരനും പുനീത് ശ്രീധർ ജോഷിയും ചേർന്ന് സ്ഥാപിച്ച ടിയ കണക്ടേഴ്സ് ആണ് വൻ തുകയുടെ നിക്ഷേപം നേടിയത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനാകാൻ തയ്യാറെടുക്കുന്ന ശുഭാംശു ശുക്ലയുടെ യാത്രാ തീയതിയിൽ മാറ്റം. മെയ് 29-ന് വിക്ഷേപിക്കുമെന്ന് മുമ്പ് തീരുമാനിച്ചിരുന്ന ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൌത്യം ജൂൺ 8-ലേക്ക് മാറ്റി. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറലിന്റെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 6:41-നാകും ആക്സിയം 4 വിക്ഷേപണം നടത്തുക. കുവൈത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് ജയിലിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച 2 പേർ പിടിയിൽ. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ് കൺട്രോളിന്റെ പ്രാദേശിക ആന്റി നാർക്കോട്ടിക്സ് യൂണിറ്റാണ് ഇവരെ പിടികൂടിയത്. പിടിയിലായ 2 പേരും ബദൂൺ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒമാനിലെ വിമാനത്താവളങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും എണ്ണത്തിൽ ശ്രദ്ധേയമായ വളർച്ച രേഖപ്പെടുത്തി. 2024 ഏപ്രിലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം 9% വർധനവാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിമാന സർവീസുകളുടെ എണ്ണത്തിൽ 6% വർധനവും രേഖപ്പെടുത്തി. ഒമാൻ എയർപോർട്ട്സ് ആണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടത്. ഒമാനിലെ ബർക്കയിലും സിനാവിലും പുതിയ സ്കൂളുകൾ സ്ഥാപിക്കാനായി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ആലോചിക്കുന്നു. ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചുവരുന്ന ആവശ്യം പരിഗണിച്ചാണ് നീക്കം. സാധ്യതാ പഠനം ആരംഭിച്ചതായി ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ. ഖത്തറിലെ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ ബൃഹത്തായ പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ച് പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ. 8100 കോടി ഖത്തർ റിയാലിന്റെ വിവിധ പദ്ധതികളാണ് അഷ്ഗാൽ പ്രഖ്യാപിച്ചത്. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനും കരാറുകാർക്ക് സഹായം നൽകുന്നതിനുമായി ബദൽ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. ഷൈൻ ടോം ചാക്കോയും വിൻസി അലോഷ്യസും മുഖ്യവേഷത്തിലെത്തുന്ന സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. ചിത്രത്തിന്റെ ടീസർ തുടങ്ങുന്നത് ലഹരിക്കെതിരായ സന്ദേശത്തോടെയാണെന്നത് ശ്രദ്ധേയം. ക്രിസ്റ്റോ സേവ്യർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ഷൈൻ ടോം ചാക്കോ ചിത്രത്തിൽ എത്തുന്നത്. സസ്പെൻസ് ത്രില്ലറായാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. പുതിയ സൂപ്പർമാൻ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ജെയിംസ് ഗൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഡേവിഡ് കൊറൻസെറ്റാണ് സൂപ്പർമാനായി എത്തുന്നത്. DC സ്റ്റുഡിയോസ് രൂപീകരിച്ചതിന് ശേഷം തിയേറ്റർ റിലീസ് ചെയ്യുന്ന ആദ്യ സിനിമ കൂടിയാണിത്. ജൂലൈ 11-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന സൂപ്പർമാൻ ചിത്രം കൂടിയാണിത്. 2013-ൽ സ്നാക്ക് സ്നൈഡറിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത മാൻ ഓഫ് സ്റ്റീൽ ആയിരുന്നു അവസാന സൂപ്പർമാൻ ചിത്രം. ഹെൻറി കാവിൽ നായകനായെത്തിയ മുൻ ചിത്രത്തെ അപേക്ഷിച്ച് ലൈറ്റ് ടോണിലുള്ളതാണ് പുതിയ സൂപ്പർമാൻ. ദേശിംഗ് രാജ 2-ന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ച് അണിയറ പ്രവർത്തകർ. ചിത്രം ജൂലൈ 11-ന് റിലീസ് ചെയ്യുമെന്ന പോസ്റ്ററാണ് പുറത്തുവന്നിരിക്കുന്നത്. വിമൽ തന്നെയാണ് 2ാം ഭാഗത്തിലെയും നായകൻ.
പൂജിത പുന്നാടയാണ് ചിത്രത്തിലെ നായിക. ഉപനായകനായി പുതുമുഖം ജന ചിത്രത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നു. കോമഡി ആക്ഷൻ ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന ഡാർക്ക് കോമഡി ചിത്രം മരണമാസ് OTT-യിലേക്ക് മെയ് 15 മുതൽ ചിത്രം സോണി ലിവിൽ സ്ട്രീം ചെയ്യും. നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ്, റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസ്, വേൾഡ് വൈഡ് ഫിലിംസ് എന്നിവയുടെ ബാനറുകൾ. തെലുങ്ക് താരം റാം പൊത്തിനേനിയെ നായകനാക്കി മഹേഷ് ബാബു ഒരുക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഗ്ലിംസ് വീഡിയോ പുറത്ത്. ആന്ധ്ര കിങ് താലൂക്ക എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. ചിത്രത്തിലെ നായിക ഭാഗ്യശ്രീ ബോർസെയാണ്. റാം പോത്തിനേനിയുടെ ജന്മദിനം പ്രമാണിച്ചാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തുവിട്ടത്. 2021 റിലീസ് ചെയ്ത ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ നോബഡി സിനിമയുടെ രണ്ടാം ഭാഗം ട്രെയിലർ എത്തി. ദി ഷാഡോ സ്ട്രേറ്റ്സ് എന്ന ഇന്തോനേഷ്യൻ ആക്ഷൻ ചിത്രം ഒരുക്കിയ ടിമോയാണ് രണ്ടാം ഭാഗം സംവിധാനം ചെയ്യുന്നത്. ആമിർ ഖാൻ ചിത്രം താരേ സമീൻ പർ എന്ന സിനിമയ്ക്ക് ഒരു സ്പിരിച്വൽ സ്പിൻ ഓഫ് സിത്താരേ സമീൻ പർ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. താരേ സമീൻ പർ എന്ന ചിത്രത്തിൽ നായകവേഷം ചെയ്തതിന് പുറമെ ചിത്രം സംവിധാനം ചെയ്തതും അമീർ ഖാൻ ആയിരുന്നെങ്കിൽ ഇക്കുറി അമീർ ഖാന് പകരം പ്രസന്ന അറസാണ് സംവിധാന ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഫ്രം ദി വേൾഡ് ഓഫ് ജോൺ വിക് ബല്ലറീന എന്ന ചിത്രത്തിന്റെ അവസാന ട്രെയിലർ റിലീസ് ചെയ്തു. ബല്ലറീന എന്ന ഹിറ്റ് വുമണായി അനാഡെ അഭിനയിക്കുന്ന ചിത്രം ആക്ഷൻ അഡ്വഞ്ചർ സ്വഭാവത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ജോൺ വിക് സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നുള്ള ചിത്രമാണ് റിലീസിന് ഒരുങ്ങുന്നത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി